Escalator under repair. Use your own magic. Cool. സ്കൂളിന്റെ അകത്ത് പറക്കാൻ നമുക്ക് ചാൻസ് വളരെ കുറവായിട്ടേ കിട്ടാറുള്ളൂ. Let's go. രുദ്രയെ നമുക്ക് ഇന്ന് വേറെ രീതിയിൽ വെൽക്കം ചെയ്യാം. തൽക്കാലം ഈ മുട്ട എറിഞ്ഞ് നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല രസമായിരിക്കും. 1 2 3 ത്രോ. ഈ രാത്രി സമയത്ത് ഇവിടെ എന്താ ഒരു ബഹളം? നോക്കിയും കണ്ട് നടക്കാൻ അറിയില്ലേ? എക്സ്കലേറ്റർ റിപ്പയർ ആണെന്നുള്ള ബോർഡ് നിങ്ങൾ ആരും കണ്ടില്ലേ? തക്കാളി മുട്ടയും കൊണ്ടാണോ നിങ്ങൾ ഈ നടക്കുന്നത്? നിങ്ങളെ 3 പേരെ ഞാൻ അടുത്ത 3 മണിക്കൂറിന് ഡിറ്റൻഷൻ ചെയ്യുകയാണ്. സോറി മിസ് സെക്യൂരിറ്റി, ഞങ്ങൾ ബോർഡ് കണ്ടില്ലായിരുന്നു. ബോർഡ് കണ്ടില്ലാന്നോ? അത്രയും വലിയ ബോർഡ് നിങ്ങളാരും കണ്ടില്ലാന്നോ? 4 മണിക്കൂറിന് ഡിറ്റൻഷൻ. ഫ്രണ്ട്സ്, ഞാൻ അവിടെ ഒരു ഷാഡോ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ആരോ ഉണ്ട്. വരും, നമുക്ക് ചെന്ന് നോക്കാം. ആരാ അവിടെ നിൽക്കുന്നത്? ലാബിന് പുറത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? Zibaiska, lights creator. ലൈറ്റ് കത്തിച്ച് നീ എന്റെ മുഖം ഒന്ന് ശരിക്കും കണ്ടു അല്ലേ? പക്ഷെ എന്നെ തടഞ്ഞു നിർത്താനുള്ള ശക്തി നിന്റെ അടുത്ത് ഇല്ല കുട്ടി. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സിപ്പായികളെ നോക്കി നിൽക്കാതെ ആക്രമിക്കൂ. എന്റെ ബാംബു ആർമിയുടെ നേർക്ക് ആരുടെ മാജിക്കും വർക്കൗട്ട് ആവില്ല. പിന്നെ ശത്രുവിന്റെ ആവശ്യമൊന്നുമില്ല. Zibaiska, liliputito. ഓടുന്നത് നിൽക്കവിടെ, നിൽക്കാനാ പറഞ്ഞ. ഇവിടെ എന്താ പറ്റിയത്? രുദ്ര, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് നീ ഉറങ്ങേണ്ട സമയമല്ലേ? നിനക്ക് 3 മണിക്കൂറിന് ഡിറ്റൻഷൻ.
മാഡം കർണുങ്കോ, പുറത്തുനിന്ന് ആരോ മിസ്റ്റർ മെക്ടിഷന്റെ ക്ലാസ് റൂം തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ കൈവശം ബാംബു സ്റ്റിക്കും പിന്നെ ജീവനോടുള്ള ബാംബു ആർമിയും ഉണ്ടായിരുന്നു. എന്ത് ബാംബു ആർമിയോ? ഓ നോ, ഒരുപക്ഷെ മജീഷ്യൻ ബാംബുഡാ തിരിച്ചു വന്നതായിരിക്കും. മിസ് സെക്യൂരിറ്റി, നിങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ആയിരുന്നിട്ട് പോലും അവന്മാർ എങ്ങനെ ഇതിനകത്തേക്ക് കയറി? ഗോ ആൻഡ് ചെക്ക്. ഓക്കെ മാഡം കാനുങ്കോ, ഓക്കെ. വിശ്രമിക്കൂ. ബോസ്, ഈ ആർമി ഇങ്ങനെ ബോസിനെ സല്യൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു. ബോസ് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ബാംബൂസിനെയും ഇതുപോലെ ആർമിയാക്കി മാറ്റൂ. ഇന്നലെ രുദ്ര എന്റെ പ്ലാൻ മൊത്തത്തിലും ഫ്ലോപ്പ് ആക്കി കഴിഞ്ഞു. ഒരു പക്ഷെ ഞാൻ ആ ലാബിൽ നിന്നും ആ ലൈഫ് ലൈൻ കെമിക്കൽ അടിച്ചു മാറ്റി കൊണ്ടുവന്നിരുന്നെങ്കിൽ, പിന്നെ അത് ഈ ബാംബസിന്റെ മേലെ വലിച്ചെറിഞ്ഞിരുന്നാൽ അവർക്കും ഞാൻ ജീവൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. അവരെ കൊണ്ട് ഞാൻ ഒരു ആർമി ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ ബോസ് കണ്ട ആ സ്വപ്നം വെറും പാഴായി പോകുമോ? അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കില്ല. രാത്രി സമയത്തിൽ ആ കെമിക്കൽ എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ലെങ്കിൽ എന്താ? ഞാൻ ഇന്ന് പകൽ സമയത്തിൽ ആ സ്കൂളിലേക്ക് ചെല്ലും. പകൽ സമയത്തിൽ ഞാനത് അടിച്ചു മാറ്റും. ആർക്കും ഒരു സംശയം വരില്ല. എങ്ങനെങ്കിലും ഞാൻ വിചാരിച്ചത് സാധിച്ചിരിക്കും. ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എർത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ കുറിച്ചാണ്. നമ്മുടെ കൺട്രോൾ ഇത് എങ്ങനെ കൊണ്ടുവരുന്നെന്ന് പഠിപ്പിക്കാൻ പോവുക. അകടം ബകടം തികടം. എർത്തിന്റെ ഒരു ചെറിയ ഭാഗം അത് ഞാൻ പറയുന്ന പോലെ മാറട്ടെ. ഇപ്പൊ തന്നെ അത് മാറട്ടെ. സാറേ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്റെ ഗുഡ് സാൻഡി, വെരി ഗുഡ്. കമോൺ കമോൺ, വന്ന് ട്രൈ ചെയ്യേ. അകടോം ബകടോം ഗർച്ചിടാം. എർത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാനിപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ മാറട്ടെ. മൈ ഡിയർ സ്റ്റുഡന്റ്, നീ മന്ത്രം തെറ്റായിട്ടാണ് പറഞ്ഞത്. 100% റോങ്. തികടമിന് പകരം കച്ചടം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അത് നിന്നെ ചപ്പും ചവറുമാക്കി മാറ്റിയത്. ഈ ബാംബു ട്രീസ് ആദ്യം അവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നത്? ഇനിയിപ്പോ എനിക്ക് അങ്ങനെ തോന്നിയതാണോ? Hey Sandy, don't fear. Mr. Jolly is here. Better luck next time. അടുത്തതാരാ ട്രൈ ചെയ്യാൻ പോകുന്നത്? ഓ മഹര, മൈ ഡിയർ, നിനക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? യെസ് സർ. ഹേ വരുൺ, ഞാനിത് ക്ലാസ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ നീ എങ്ങോട്ടായി പോകുന്നത്? സോറി സർ, മൈറ മാജിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ തിരിച്ചു വന്നോളാം. അന്തർ മന്തർ കാളിക്കല്ലാന്തർ ചൂ. Hey. അതൊന്നും സാരില്ലെന്നേ. അതിപ്പോ രുദ്ര, ഇപ്പൊ ഇത് നിന്റെ ടേൺ ആണ്. നീ വന്ന് എർത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്ക്. അത് സർ, ഞാൻ കുറച്ചു മുൻപ് ചില ബാംബൂസ് സ്കൂളിന്റെ ഫസ്റ്റ് ഫ്ലോർ വിൻഡോസ് വഴി അകത്തേക്ക് പോകുന്നത് കണ്ടു. സോറി, എനിക്ക് തോന്നുന്നത് അത് രാത്രി വന്നവരായിരിക്കും. ഞാൻ ചെന്ന് നോക്കിട്ട് വന്നേക്കാം. അവന്മാര് ഇന്നലെ വന്നവര് തന്നെ.
ഞാൻ പുറത്തേക്ക് വരുന്നവരെ ആരും അകത്ത് വരാൻ പാടില്ല. ഞാൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കും. ഓ യെസ് രുദ്ര, ഈ ബാംബൂസ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഡേഞ്ചറസ് ആണ്. അതിനെ ടച്ച് ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണെന്ന് തോന്നുന്നേ. നമ്മൾ ആ ബാംബു ആർമി തടയണം. അതിനൊരു വഴിയുണ്ട്. ഈ ബൈസ്കാ സ്മോൾ സൈസ് ക്രിയേറ്റോ. കിട്ടിപ്പോയി. ഞാൻ തേടി വന്ന ലൈഫ് ലൈൻ കെമിക്കൽ എനിക്ക് കിട്ടി. ആരാ നീ? ലാബിൽ നിന്ന് എന്താണ് മോഷ്ടിക്കുന്നത്? ഞാനാണ് മജീഷ്യൻ ബാംബൂണ. എനിക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി മുതൽ നിനക്ക് എന്നെ ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല രുദ്ര. എന്നെ തടഞ്ഞു നിർത്താൻ വന്നതാണോ? എന്നാ വാ, ശ്രമിച്ചു നോക്ക്. ഒരു പക്ഷെ എല്ലാ കുപ്പികളും പൊട്ടിക്കഴിഞ്ഞാൽ അതോടെ നമ്മുടെ സ്കൂൾ മൊത്തം നശിച്ചു പോകും. എനിക്ക് സമയം വളരെ കുറവാണ്. ബാംബു സോൾജേഴ്സ്, ഇവരെ തടഞ്ഞു നിർത്ത്. രുദ്ര, നീ മാറി നിക്ക്. ഗാർഡ്സ്, അവര് ചെന്ന് പിടിക്ക്. വേണ്ട മിസ് സെക്യൂരിറ്റി, ഒന്ന് നിൽക്കൂ. ഓ മൈ ഗോഡ്. ഓ നോ, എന്റെ ഗാർഡ്സിന് ഇതെന്താ പറ്റിയത്? എന്റെ സെക്യൂരിറ്റി ഇപ്രാവശ്യം ഞാൻ ടോട്ടൽ പ്ലാനിങ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഞാൻ എന്റെ സോൾജേഴ്സിന് സ്പെഷ്യൽ പവേഴ്സ് തന്നിട്ടുണ്ട്. രുദ്ര, ഞാൻ നിന്നെ ഇന്ന് എന്റെ ബാംബു ആർമിയിൽ ഒരാളായി മാറ്റി നിർത്തും. വെൽക്കം ടു മൈ പ്രൈവറ്റ് ബാംബു ആർമി. മാറി നിൽക്ക്. അവർ നിങ്ങളെ തൊടാതെ നോക്കിക്കോളൂ. രുദ്ര, നീ പേടിക്കരുത്. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ സഹായത്തിന് ആരെങ്കിലും വിളിക്കാം. ഹെൽപ്പ്! ഗാർഡ്സ്, നിങ്ങളൊക്കെ എവിടെയാ? വേഗം ഇങ്ങോട്ട് വരൂ. രുദ്ര, എത്രയും വേഗം നമുക്ക് എന്റെ ഫാർം ഹൗസിൽ വെച്ച് കാണാം. അതിനകം നീ തീർച്ചയായും എന്റെ ബാംബു ആർമിയിൽ ഒരാളായി മാറിയിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ഞാൻ നിനക്ക് പരേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം.
Focus and believe. ഇബായിസ്കോ, എർത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറയുന്നത് പോലെ ഉടൻ തന്നെ ചെയ്യണം. അകടം ബകടം എർത്തിന്റെ ഒരു ചെറിയ ഭാഗം. ഞാനിപ്പോ ഉള്ളതുപോലെ അത് മാറട്ടെ. അല്ല ഇതെന്താ? ഓ രുദ്ര, എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന്? അല്പസമയത്തിൽ ഈ കെമിക്കൽ ഞാൻ ഈ മൊത്ത ഫോർമിലും തെളിക്കും, നോക്കിക്കോ. അതോടൊപ്പം എന്റെ ബാംബു ആർമി റെഡിയാവും, അതും നീ നോക്കിക്കോ. രുദ്ര ഉള്ളത് വരെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ബാംബുന മജിഷ്യൻ. ഇബായിസ്കോ, ബൂം ചിക് ചിക് ബൂം. എന്റെ ബാംബു ആർമി ഉണ്ടാകാതെ നീ തടഞ്ഞു നിർത്തിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. മാഡം, ഇതാ പിടിച്ചോളൂ ലൈഫ് ലൈൻ കെമിക്കൽ. മജിഷ്യൻ ബാംബുന ഇത് മൊത്തം ബാംബൂസിലിട്ടിട്ട് തന്റെ ആർമിയാക്കി മാറ്റാൻ ശ്രമിക്കായിരുന്നു. എന്നിട്ട് അവൻ ഈ ഐലാൻഡ് മൊത്തം സ്വന്തമാക്കാൻ ശ്രമിക്കായിരുന്നു. പിന്നെ ഈ ലോകത്ത് അവൻ എന്ത് വിചാരിച്ചാലും അത് ചെയ്യാൻ പറ്റും. രുദ്ര, ഇവൻ നമ്മളുടെ ലാബിൽ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. അവൻ ഓരോരോ ഡ്രോപ്സും മോഷ്ടിച്ചോണ്ട് പോയിട്ട് ചില ബാംബൂസിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കാം. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവനെ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് അവൻ പുറത്തു ചെന്നിട്ട് ആർമി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമ്മളോട് പകരം വീട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പിന്നെ നോക്കിക്കോളാം. താങ്ക് യു മാഡം കനങ്കോ. ഹേ രുദ്ര, നീ വീണ്ടും ഒരു വലിയ സാഹസം ചെയ്തിരിക്കുകയാണ്. വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്. അടിപൊളി, കൊള്ളാം, വരെ വാ.